അടിമാലി ലക്ഷംവീട് നിവാസികൾ പുനരധിവാസത്തിന് വേണ്ടി നടത്തിവരുന്ന സമരം 12 ദിവസം പിന്നിട്ടു. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് സമരം നടത്തിവന്നിരുന്ന ദുരന്ത സ്ഥലത്തു നിന്നും കഴിഞ്ഞ ശനിയാഴ്ചയാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് സമരം മാറ്റിയത്. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഇനിയും പരിഹാരം ഉണ്ടായില്ല എങ്കിൽ നിരാഹാര സമരവുമായി മുമ്പോട്ടു പോകുമെന്ന നിലപാടിലാണ് സമരസമിതി. അടിമാലി ലക്ഷംവീട് നിവാസികൾ പുനരധിവാസത്തിന് വേണ്ടി നടത്തിവരുന്ന സമരം 12 ദിവസം പിന്നിട്ടു. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് സമരം നടത്തിവന്നിരുന്ന ദുരന്ത സ്ഥലത്തു നിന്നും കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് സമരം മാറ്റിയത്. ഇനിയും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടായില്ല എങ്കിൽ സമരത്തിന്റെ രീതി മാറ്റി നിരാഹാര സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി അറിയിച്ചു. ലക്ഷംവീട് ദുരന്തബാധിതർ നടത്തിവരുന്ന സമരം ഇന്ന് 12ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പഞ്ചായത്ത് ഓഫീസിന്റെ തിണ്ണയിലാണ് ഇപ്പോൾ സമരം ഒരുക്കിയിരിക്കുന്നത്. ഇതുവരെയും ബന്ധപ്പെട്ട ആളുകളിൽ നിന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. ഈ സാഹചര്യം തുടർന്നു പോയാൽ സമരത്തിന്റെ രൂപം മാറ്റണമെന്നുള്ളതാണ് സമരസമിതി ആലോചിക്കുന്നത്. 2 ദിവസം കൂടെ ഞങ്ങൾ നോക്കിയിട്ട് അനുകൂലമായൊരു നിലപാടിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിരാഹാര സമരം പോലുള്ള അടുത്ത സമരങ്ങളിലേക്ക് കടക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഈ കാര്യത്തിന് പരിഹാരം കാണുവാൻ എല്ലാ അധികാരികളോടും സമരസമിതിക്ക് വേണ്ടി വിനീതമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഭരണകൂടം തങ്ങൾക്ക് ആവശ്യമായ നീതി നടപ്പാക്കി തന്നില്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നിരാഹാര സമരത്തിലേക്ക് കടക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. പൂർണ്ണമായും 17 കുടുംബങ്ങൾക്കും പുനരധിവാസം സാധ്യമാക്കാതെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്ന് സമരസമിതി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.